ഒരു നോക്കു കാണാൻ, ഒരു വാക്കു കേൾക്കാൻ, പിളർന്നതാം മാറിൽ ചാഞ്ഞൊന്നിരിക്കാൻ ആശയോടെന്നും കാത്തിരിക്കും എന്നതു സാധ്യമേ യേശു മഹേശ. ഒരു നാളിൽ നിൻ ശബ്ദം വാനിൽ മുഴങ്ങും, അന്നാ നിൻ കൈകളാലും കണ്ണീർ തുടയ്ക്കും, നിൻ മാർവിലല്ലോ എൻ വിശ്രമം, നിൻ മാർവിലല്ലോ എൻ വിശ്രമം. ഒരു നോക്കു കാണാൻ, ഒരു വാക്കു കേൾക്കാൻ, പിളർന്നതാം മാർവിൽ ചാഞ്ഞൊന്നിരിക്കാൻ കാത്തിരിക്കുന്നു എന്നതു സാധ്യമൻ യേശു മഹേശ. ആദ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആ കമ്പനിക്ക് വേണ്ടി, ആ ബോസിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ അവസാനം എനിക്ക് നൽകേണ്ട വേതനം തന്നില്ല. എന്നെ വെറുതെ പറഞ്ഞയച്ചു, എന്നെ ചതിച്ചു, വഞ്ചിച്ചു. ഇന്ന് എത്രയെത്ര വാർത്തകളാണ് നാം ഓരോ ദിവസവും കേൾക്കാറുള്ളത്. എന്നാൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയട്ടെ, ഈ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിച്ചാൽ ഒരിക്കലും അങ്ങനെ ഒരു സാക്ഷ്യം പറയേണ്ട ഗതികേട് വരത്തില്ല. ഓടിച്ചിട്ട് അനുഗ്രഹിക്കും. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ സമീപസ്ഥൻ. ഹല്ലേലൂയ. നമുക്ക് സത്യമായി വിളിച്ചപേക്ഷിക്കാം, സത്യമായി കർത്താവിൻ്റെ വേല ഏറ്റെടുത്ത് ചെയ്യാം, ചുമൽ കൊടുക്കാം. നാളെ അനുഗ്രഹമായിരിക്കും, നാളെ ധന്യമായിരിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ്? പ്രാർത്ഥിച്ച് ഒരു സൈന്യത്തെ പുറത്തെടുക്കണം. സ്തുതിക്കുന്നവരായി, ദൈവത്തെ ആരാധിക്കുന്നവരായി ഒരു സൈന്യത്തെ പുറത്തെടുക്കണം. ഈ കൊച്ചു ജീവിതം കൊണ്ട് നരകത്തെ കൊള്ളയടിക്കണം. ഈ കൊച്ചു ജീവിതം കൊണ്ട് സ്വർഗത്തെ നിറയ്ക്കണം. അത് നല്ല താല്പര്യമാണ്. അതിനെല്ലാവർക്കും കർത്താവ് കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പട്ടണത്തിൽ ആയിരക്കണക്കിന് ജീവിതങ്ങളാണ് സത്യദൈവത്തെ അറിയാതെ ഊമവിഗ്രഹങ്ങളെ സേവിച്ച് ഇസങ്ങളുടെ പിന്നാലെ, മനുഷ്യന്റെ പിന്നാലെ, മനുഷ്യ ദൈവങ്ങളുടെ പിന്നാലെ, കള്ള പ്രവാചകന്മാരുടെ പിന്നാലെ, ദുരുപദേശകന്മാരുടെ പിന്നാലെ, തട്ടിപ്പുകാരുടെ പിന്നാലെ, പ്രസ്ഥാനത്തിനും സംഘടനയ്ക്കും പിന്നാലെ, ദൈവവുമായി ബന്ധമില്ലാതെ ചതിക്കപ്പെട്ടും വഞ്ചിക്കപ്പെട്ടും കഴിയുന്ന ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുപാടുമുണ്ട്. പ്രാർത്ഥിക്കാം, കർത്താവ് അവരെ സത്യവിശ്വാസികളായി, ദൈവത്തിൽ വിശ്വാസമുള്ളവരായി ഉയർത്തട്ടെ. ഹാവ് ഫെയ്ത്ത് ഇൻ ഗാഡ്. ദൈവത്തിൽ വിശ്വാസമുള്ളവർ എന്നും വ്യത്യസ്തരാണ്. ഞാൻ ഇന്ന് വേദപുസ്തകം പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഒരിക്കൽ യേശു ഒരുവനെ മകനെ എന്ന് വിളിച്ചു, മറ്റൊരിക്കൽ ഒരു സ്ത്രീയെ മകളെ എന്ന് വിളിച്ചു. രണ്ടുപേരും വിശ്വാസം പ്രദർശിപ്പിച്ചവരാണ്. അപ്പോൾ തന്നെ കപടഭക്തിക്കാരെ യേശു സർപ്പസന്തതികളെ എന്ന് വിളിച്ചു. പിന്മാറ്റക്കാരെ യേശു കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചു. എന്നാൽ വിലയുള്ളവനെ മകനെ എന്ന് വിളിച്ചു. വിലയുള്ളൊരു കൂട്ടം പ്രാർത്ഥനയാൽ പുറത്തു വരട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചു വരുന്നവർ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, ചില കൊച്ചു കൊച്ചു നക്കാപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, വിലയുള്ളതിന് വേണ്ടി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ കരങ്ങളെ ചലിപ്പിക്കുവാൻ, ദൈവത്തോട് അടുക്കുവാൻ വരുന്ന വിലയുള്ളൊരു കൂട്ടത്തെ നമുക്ക് പ്രാർത്ഥിച്ച് വേർതിരിക്കാം. 50 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ 3000 പേർ ഓടിക്കൂടി. ആ 3000 പേരും വിലയുള്ളവരായിരുന്നു. ഞങ്ങളെ കമ്മിറ്റി മെമ്പറാക്കുമോ, ഞങ്ങളെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നൽകി അനുഗ്രഹിക്കുമോ, ഞങ്ങൾക്ക് ഒരു വീട് തരുമോ, കുറെ സ്വർണം തരുമോ എന്നല്ല അവർ ചോദിച്ചത്. പരിശുദ്ധ ആത്മാവ് എന്ന ദാനം ഞങ്ങൾക്ക് എങ്ങനെ കിട്ടും? ഞങ്ങൾക്ക് ദൈവത്തെ വേണം, ഞങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവിനെ വേണം. അതാണ് വിലയുള്ള കൂട്ടം. ഞങ്ങൾക്ക് ആരാധന വേണം, ദൈവത്തെ കാണണം, ദൈവത്തിന്റെ കരങ്ങളെ ചലിപ്പിക്കണം, ദൈവമായുള്ള ബന്ധം ശക്തിപ്പെടുത്തണം, സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറക്കണം. ആ നിലവാരങ്ങൾ ചോദിക്കുകയാണ്.
ഈ ദാനം എങ്ങനെ കിട്ടും? മറുപടി, യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ ഈ ദാനം നിങ്ങൾക്ക് കിട്ടും. പ്രാർത്ഥിക്കാൻ നമുക്ക്. വിലയുള്ളതിനെ കർത്താവ് കൊണ്ടുവരട്ടെ. വിലയുള്ള സഭയിൽ ശുശ്രൂഷിക്കുക എത്ര സന്തോഷകരമായ കാര്യമാണ്. വിലയില്ലാത്ത സഭകളിൽ പാസ്റ്റർമാർക്ക് സ്വസ്ഥതയില്ല, അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം. വിലയുള്ള സഭകളിൽ പാസ്റ്റർമാർ സ്വസ്ഥമായി ഉറങ്ങുകയാണ്. കാര്യം എന്താണ്? വിശ്വാസികൾ വിലയുള്ളവരാണ്, അവർ പ്രാർത്ഥിക്കാൻ പഠിച്ചവരാണ്, ദൈവത്തിൻ്റെ കരങ്ങളെ ചലിപ്പിക്കുന്നവരാണ്, ദൈവസഹായമുള്ളവരാണ്. അങ്ങനൊരു കൂട്ടത്തെയാണ് നമുക്ക് വേണ്ടത്. അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. നല്ല അംശം തിരഞ്ഞെടുക്കുന്ന, നല്ലതിനു വേണ്ടി ആലയത്തിൽ വരുന്ന, ദൈവത്തെ കാണാൻ വരുന്ന ഒരു കൂട്ടത്തെ നമുക്ക് വാർത്തെടുക്കാം. ആത്മാർത്ഥമായി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം. എത്ര പേർക്ക് ഇവിടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ട്? ഒരു സത്യസഭ പണിയുക ഒരു സാധാരണ കാര്യമല്ല. അത് ദൈവത്താൽ സംഭവിക്കുന്ന കാര്യമാണ്. ഒരു കള്ളക്കൂട്ടത്തെ പണിയുവാൻ പണം കൊണ്ടും സ്വാധീനം കൊണ്ടും കള്ളപ്രവചനങ്ങൾ കൊണ്ടും അഭിനയങ്ങൾ കൊണ്ടും എല്ലാം കഴിയും. പക്ഷേ ഒരു സത്യസഭ പണിയുക അത് ദൈവത്താൽ സംഭവിക്കുന്ന കാര്യം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ദൈവം പണിയുന്ന സഭയെ ജയിക്കാൻ ഒരു പാതാള ഗോപുരത്തിനും കഴിവില്ല. അത് സകലത്തിനും മീതെയാണ്. അത് സകലത്തെയും നിയന്ത്രിക്കുന്നതാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്: ക്രിസ്ത്യ ജീവിതം വീഴുന്ന ജീവിതമല്ല, വാഴുന്ന ജീവിതമാണ്. നിലവിളിയുടെ ജീവിതമല്ല, സ്തുതിയുടെയും ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ജീവിതമാണ്. നരക ജീവിതമല്ല, സ്വർഗം ഭൂമിയിലാകുന്ന ഇരട്ടി സ്വർഗം അനുഭവിക്കുന്ന ജീവിതമാണ്. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, വേദപുസ്തകം പഠിപ്പിക്കുന്ന കാര്യമാണ്. വേദപുസ്തകത്തെ വിശ്വാസത്തിൻ്റെ ആംഗിളിൽ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് വിശ്വാസത്തിൻ്റെ ആസ്പെക്ട്സുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നെഗറ്റീവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അനേക നെഗറ്റീവ് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും. ചില വ്യക്തികൾ അങ്ങനെയാണല്ലോ, നെഗറ്റീവ് മാത്രമേ കണ്ടുപിടിക്കത്തു. എന്നാൽ യേശു എപ്പോഴും പോസിറ്റീവായിരുന്നു. നന്മ, കൊയ്ത്ത്, ഉദാഹരണം, ധാരാളം, അബണ്ടൻ്റ്ലി, അസാധാരണമായി നിങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് യേശു പഠിപ്പിച്ചത്. കഷ്ടവും നഷ്ടവും പരാജയവും തകർച്ചയൊന്നും യേശു പഠിപ്പിച്ചില്ല. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. വാഴുന്ന നിലവാരങ്ങളിലേക്ക് നമുക്ക് ഉയർന്നു വരാം. പ്രാർത്ഥിക്കാം. നിയോഗമുണ്ട് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി. എത്ര പേർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഇതുപോലെ പ്രാർത്ഥിക്കുന്ന അനേക ഭക്തന്മാർ ലോകത്താകമാനമുണ്ട്. സത്യ തൽപരരായ ശുശ്രൂഷകന്മാർ, കൊയ്ത്തിന്റെ വേലക്കാർ, നല്ല ഗ്രഹവിചാരന്മാർ, സുവിശേഷ വേലക്കാർ ലോകത്താകമാനമുണ്ട്. അവർക്കൊപ്പം കരങ്ങളെ, അവർക്കൊരു ധന്യമായ ഭാവിയുണ്ട്. പ്രിയമക്കളെ, ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് സത്യമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. കള്ളപ്രവാചകന്റെ ഭാവിയെക്കുറിച്ച് ബൈബിൾ പറയുന്നു, ശീഘ്രനാശം, പെട്ടെന്ന് ശീഘ്രനാശം വരും. ആർക്ക്? കള്ളപ്രവാചകന്. എന്നാൽ സത്യതൽപരനായ ഒരു ശുശ്രൂഷകന് എന്നും ഉയർച്ച മാത്രമേ ഉള്ളൂ. ധന്യമായൊരു ഭാവി അവന് സ്വർഗം നൽകും. അത് ദൈവത്തിൻ്റെ വചനം പറയുന്ന കാര്യം. സത്യമായ നിലവാരങ്ങളാണ് എനിക്കും നിനക്കും ആവശ്യം. നമുക്ക് പ്രാർത്ഥിക്കാം. സത്യമുള്ളതിനെ കർത്താവ് പുറത്തു കൊണ്ടുവരട്ടെ. വാഞ്ചയുള്ളതിനെ, ദാഹമുള്ളതിനെ, വില കൊടുക്കുന്നതിനെ, ആലയം മുടക്കാത്തതിനെ. കല്യാണം വരുമ്പോൾ കല്യാണത്തിന് പോയി ആലയം, കല്യാണം ഇല്ലാത്ത സമയത്ത് ആലയത്തിൽ വരും, കല്യാണം ഉള്ളപ്പം ആലയം വേണ്ട. മക്കളെ, അനുഗ്രഹം പ്രതീക്ഷിക്കരുത്. ഞാൻ സത്യം പറയുകയാണ്. ഞാൻ ആരെയും വഞ്ചിക്കുന്നു, ചതിക്കുന്നില്ല. ഞാൻ ഉള്ളതുപോലെ പറയും. കാര്യം എന്താണ്? എന്നാലേ നമുക്ക് ഉയർച്ചയുള്ളൂ. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താലേ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അല്ലെങ്കിൽ കുറെ നക്കാപ്പിച്ച കിട്ടും. കർത്താവ് മനസ്സിലുള്ളവനായോട് നക്കാപ്പിച്ച കിട്ടും എന്നുള്ളതല്ലാതെ അസാധാരണ ഒരു നന്മ വേണമെങ്കിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തേ മതിയാകും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരട്ടെ. കർത്താവേ, നീ എത്ര നല്ലവനാണ്. അപ്പാ ഞങ്ങൾ കേട്ടതുപോലെ കർത്താവേ, സത്യതൽപരരായ ശുശ്രൂഷകന്മാർക്ക്, വിശ്വാസികൾക്ക് ഒരു ധന്യമായ ഭാവിയുണ്ട്. ആകയാൽ ഞങ്ങൾ ഈ പട്ടണത്തിലുള്ള ജനത്തെ വേർതിരിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിങ്ങൾക്ക് കഴിയുമപ്പ. ഏതു കാലത്തും കുറെ നല്ല വ്യക്തികൾ പ്രാർത്ഥിച്ചപ്പോഴാണ് ഉണർവ്, നന്മ, കൊയ്ത്ത്, ഉദ്ധാരണം, ഉയർച്ച ഇതൊക്കെ സംഭവിച്ചത്. കർത്താവേ, ഞങ്ങളും പ്രാർത്ഥിക്കട്ടെ അപ്പ. കൃപയാൽ ഞങ്ങളെ നീതീകരിച്ച്
പ്രാർത്ഥന കേട്ട് അത്ഭുതം ഈ പട്ടണത്തിൽ ചെയ്യണം. നിങ്ങൾക്ക് കഴിയുമപ്പ. എത്രയോ ജീവിതങ്ങളാണ് കർത്താവ് സത്യമറിയാതെ കാട്ടത്തികളിൽ കുരുങ്ങിക്കിടക്കുന്നത്. എത്രയോ ജീവിതങ്ങളാണ് കർത്താവ് സത്യമറിയാതെ കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോകുന്നത്. തടവറകളിൽ, പൈശാചിക തടവറകളിൽ, തേർവാഴ്ചകളിൽ നശിക്കുന്നത്. പ്രസ്ഥാന പിശാചുമായി ബന്ധപ്പെട്ട്, സംഘടനാ പിശാചുമായി ബന്ധപ്പെട്ട് തകർന്നു പോയ എത്ര ജീവിതങ്ങളാണ് കർത്താവ്. എന്നാൽ നിന്റെ ഒരു പ്രവൃത്തി ഈ പട്ടണത്തിൽ അങ്ങ് ചെയ്യണം കർത്താവെ. നല്ലതിനെ അങ്ങ് വിളിച്ചു വേർതിരിക്കണം, പേര് ചൊല്ലി കൊണ്ടുവരണം കർത്താവെ. നല്ല കൂട്ടത്തെ വിശ്വാസ കണ്ണാൽ കാണട്ടെ കർത്താവെ. അപ്പോൾ ആ വിശ്വാസ കണ്ണാൽ ഞങ്ങൾ കർത്താവെ ആ നല്ല കൂട്ടങ്ങൾ കർത്താവിലേക്ക് വരത്തക്കവണ്ണം കർത്താവെ. അപ്പോൾ യേശുവിനെ അവരുടെ കൽപ്പിച്ചയക്കുന്നു. യേശുവിൻ്റെ ആവശ്യകത എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ കർത്താവ്. വ്യത്യാസം, ദൈവത്തെ അറിയുന്നവരും ദൈവത്തെ അറിയാത്തവരുടെ വ്യത്യാസം അവർ പഠിക്കട്ടെ. വേഗത്തിൽ കർത്താവിലേക്ക് ഓടിയെടുക്കട്ടെ. ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കഴിയും കർത്താവെ. കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ എത്രയോ അത്ഭുതങ്ങൾ അങ്ങ് ചെയ്ത് കർത്താവെ. എത്ര ജീവിതങ്ങളെ അങ്ങ് വിടുവിച്ച് കർത്താവെ. എത്ര ജീവിതങ്ങൾ വെളിച്ചം കണ്ട് കർത്താവെ. ഞങ്ങൾ അന്ധകാരങ്ങൾ ഓടി മറയട്ടെ. പിശാചിന്റെ പ്രവൃത്തിക്ക് ആയുസില്ല. ഫറവോന്റെ പ്രവൃത്തിക്ക് ആയുസില്ലാഞ്ഞതുപോലെ പിശാചിന്റെ പ്രവൃത്തിക്കും ആയുസില്ല കർത്താവെ. അടിമത്തങ്ങളെ തകർക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും കർത്താവെ. ഈ പട്ടണത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നപ്പാ. എന്നോട് ചേർന്ന് വിശുദ്ധന്മാർ ഒരുമിച്ച്, വിശ്വാസവീരന്മാർ ഒരുമിച്ച്, വൃതന്മാർ ഒരുമിച്ച് ഈ പട്ടണത്തെ, കൊല്ലം പട്ടണത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. ഒരു മുഴക്കം നീ കേൾപ്പിക്കണം. നന്മയുള്ളതിനെ, നല്ലതിനെ, വാഞ്ചയുള്ളതിനെ, ദാഹമുള്ളതിനെ നീ മുഴക്കം കേൾപ്പിച്ച് കൊണ്ടുവരണം. ഈ ദാനം എങ്ങനെ കിട്ടുമെന്ന് ചോദിക്കുന്ന നല്ലതിന്, വിലയുള്ളതിനെ കൊണ്ടുവരണം. കഴിയുമപ്പ. ആത്മാർത്ഥമായി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന പച്ച. അപ്പം അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ യാചിക്കുന്നപ്പ. അങ്ങ് പറഞ്ഞതുപോലെ നിങ്ങൾ അവൻ്റെ കെട്ടഴിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. പൈശാചിക കെട്ടുകൾ അഴിയട്ടെ, പാരമ്പര്യ കെട്ടുകൾ അഴിയട്ടെ, പള്ളിക്കെട്ടുകൾ അഴിയട്ടെ, യേശുവിൻ്റെ വിശാരാന കെട്ടുകൾ അഴിയട്ടെ, ഇസത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, മന്ത്രവാദ കെട്ടുകൾ അഴിയട്ടെ, ലക്ഷണവിദ്യ കെട്ടുകൾ അഴിയട്ടെ. മല്ലു പിടിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പം ഒരു സത്യസഭ പണിയുവാൻ ഞങ്ങളെ നീ ബലപ്പെടുത്തണേ കർത്താവേ. കള്ളന്മാരുടെ കൂട്ടമല്ലപ്പ, കച്ചവട കേന്ദ്രമല്ലപ്പ, ബിസിനസ് കേന്ദ്രമല്ല കർത്താവേ, സമാന്തരമായി പോകുന്ന കൂട്ടമല്ല, ലംബമായി പോകുന്ന ദൈവത്തോടടുക്കുന്ന ഒരു സത്യസഭ പണിയുവാൻ തക്കവണ്ണം നല്ലതിനെ നീ കൊണ്ടുവരണം. ദാഹം നിഷ്കളങ്കമായതിനെ കർത്താവേ. സക്കായി എന്ന വാക്കിൻ്റെ അർത്ഥം നിഷ്കളങ്കമായ, അങ്ങനെ സക്കായിമാരെ നിഷ്കളങ്കമായതിനെ, പരമാർത്ഥികളെ നീ കൊണ്ടുവരണം കർത്താവേ. മറ്റൊന്നും വേണ്ട, സത്യത്തിലും ആത്മാവിലും ആരാധിച്ചാൽ മതി. മറ്റൊന്നും വേണ്ട, സ്വർഗത്തിൽ പോയാൽ മതി. മറ്റൊന്നും വേണ്ട, ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ മതി എന്ന് പറയുന്ന നല്ലതിനെ നീ കൊണ്ടുവരണം കർത്താവേ. കള്ളന്മാരും കൊള്ളക്കാരും ഒന്നും ഏഴയിലെ തടുക്കരുത്. കഴിയും കർത്താവ്. മല്ലു പിടിച്ച് പ്രാർത്ഥിക്കും കർത്താവ്. മുഴക്കം ഭവനങ്ങളിൽ കേൾക്കട്ടെ, അറയിൽ ഒരു വെളിച്ചം പ്രകാശിക്കട്ടെ, മുറിയിൽ ഒരു മുഴക്കം കേൾക്കട്ടെ, പടകിൽ ഒരു പെരുക്കമുണ്ടാകട്ടെ, ചോദിച്ചറിഞ്ഞ ജീവിതങ്ങൾ ആലയത്തിലേക്ക് വന്നു കയറട്ടെ. അപ്പാ ഞങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടുന്ന സാക്ഷ്യം, ദൈവം അയച്ചിട്ട്, ദൈവം എന്നോട് സംസാരിച്ചു. അപ്പാ ഞാൻ ഒരു വീട് വെച്ച് കിട്ടുമെന്ന് വിചാരിച്ച് വന്നതല്ല. യെസ്, ദൈവം എന്നോട് സംസാരിച്ചു. ദൈവം എന്നെ രാത്രി ദർശനത്തിൽ ഇടപെട്ടു. ഇവിടെ ചെല്ലുക, ഫെയ്ത്ത് ആൻഡ് പവർ ചർച്ചിൽ ചെല്ലുക എന്ന് ദൈവം പറഞ്ഞു എന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നപ്പോൾ നിനക്കെന്നും പ്രവൃത്തിയുണ്ട് കർത്താവേ. ഏത് കാലഘട്ടത്തിലും അങ്ങക്ക് പ്രവൃത്തി, ഏത് വ്യക്തിയിലും, ഏത് രാജ്യത്തും, ഏത് രാത്രിയിലും പാതിരാത്രിയിലും നിനക്ക് പ്രവൃത്തിയുണ്ട്. ദുഷ്ടന്റെ പ്ലാനുകളെ ജനത്തെ വിട്ടയക്കാതെ കർത്താവേ, ജനത്തെ വഞ്ചിക്കുന്ന പ്രസ്ഥാന പിശാചിന്റെ, സംഘടനാ പിശാചിന്റെ കർത്താവ്, ദേശാധിപതിയുടെ പ്ലാനുകളെ കൽക്കഴിച്ചാവട്ടെ. ആനങ്ങിനെ വെട്ടി നശിപ്പിക്കുന്ന നാമാവിഷയമായിക്കളെ ആനങ്ങിപ്പോ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും കൽക്കഴ ചവിട്ടുന്നു. മല്ലു പിടിച്ചു പ്രാർത്ഥിക്കുന്ന പച്ച. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നല്ല കൂട്ടം ആലയത്തിലേക്ക് വരട്ടെ. ചോദിച്ചറിഞ്ഞ് വാഞ്ചയോടെ, ദാഹത്തോടെ, കണ്ണുനീരോടെ, കാഴ്ചപ്പാടോടെ, അപ്പാ പൊന്നും മൂരും കുന്തിരക്കുമായി വിലയുള്ളത് പടികേറി വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ
കട്ടഴിച്ച് പ്രാർത്ഥിക്കുന്നു. ജനത്തെ വിട്ടയക്കാതെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കെട്ടി പ്രാർത്ഥിക്കുന്നു. ആനങ്ങിപ്പോരുത്. രക്തമുദ്ര അവിടെ മുഴുമുഖത്തും യേശുവിന്, യേശുനാമത്തിനെ. ആമേൻ. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കൃപ ലഭിച്ചവർ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു പെന്തക്കോസ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഘടനയുടെ പ്രാർത്ഥനയല്ല. ഈ സഭയും അങ്ങനെ ഒരു പ്രത്യേക കാറ്റഗറി സഭയല്ല. അതാദ്യം മനസ്സിലാക്കുക. ഇത് ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്, ഫുൾ ഗോസ്പൽ. എന്താണ് വചനം പറയുന്നത്? അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ വചനം പറയുന്നെങ്കിൽ അങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ ചെയ്യണ്ട. മറിയ ദൈവമാണെന്ന് വചനം പറയുന്നെങ്കിൽ മറിയ ആരാധിക്കണം, പറയുന്നില്ലെങ്കിൽ മറിയ ആരാധിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ വചനമാണ് അടിസ്ഥാന ഘടകം, ദൈവം തന്ന പ്രേമലേഖനം. അതനുസരിച്ചാണ് യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, അവർ പൊതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. ആരാണ് സർപ്പങ്ങൾ? കള്ളപ്രവാചകന്മാർ, തട്ടിപ്പുകാർ, ദുരുപദേശകന്മാർ, കള്ളന്മാർ, കൊള്ളക്കാർ, കച്ചവടക്കാർ. ഇവനെ പിടിച്ചെടുത്ത് തീയിൽ കുടയുന്നതാണ് അന്യഭാഷയിലുള്ള പൊതുഭാഷയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ. കോമ കൂടാതെ അത് വായിക്കണമെന്ന് പലപ്പോഴും പറയാറുണ്ട്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, അവർ പൊതുഭാഷയിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. പൊതുഭാഷയിൽ സംസാരിക്കുമ്പോൾ സർപ്പങ്ങളെ പിടിച്ചെടുക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് ചേർന്ന് പൊതുഭാഷ സംസാരിച്ച് ജയം. വിടുതലിനായി സ്തോത്രം പറയാം, ദൈവപ്രവൃത്തിക്കായി സ്തോത്രം പറയാം. ചേർന്ന് പാടാം. നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകന്മാർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ, ഒരിക്കൽ നമ്മെ താൻ മാനിക്കും നിശ്ചയം. ആ നല്ല നാളുകൾ സമീപമാകയാൽ നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ. നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ, ഒരിക്കൽ നമ്മെ താൻ മാനിക്കും നിശ്ചയം. ആ നല്ല നാളുകൾ സമീപമാകയാൽ, ഒരിക്കൽ നമ്മെ താൻ മാനിക്കും നിശ്ചയം. ആ നല്ല നാളുകൾ സമീപമാ. ഓ നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ. നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ. നീതിമാർഗമോതിടുന്ന നല്ല വേലക്കാർ, നക്ഷത്രങ്ങൾ പോലെ വാൻ ശോഭിക്കുന്നതാ. നീതിമാർഗമോതിടുന്ന നല്ല വേലക്കാർ, നക്ഷത്രങ്ങൾ പോലെ വാൻ ശോഭിക്കുന്നതാൽ, ആത്മഭാരത്തോടെ നാം വേല ചെയ്യുക, ആത്മഭാരത്തോടെ നാം വേല ഓ നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ. നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ. കർത്തൻ വരവേറ്റവും സമീപമാകയാൽ,
നമ്മെ ചേർപ്പാൻ മേഘവാൻ വീണ്ടും വരികയാൽ. കർത്തൻ വരവേറ്റവും സമീപമാകയാൽ. നമ്മെ ചേർപ്പാൻ മേഘവാനിൽ വീണ്ടും വരികയാൽ. വിളക്കിലെണ്ണ നാം കരുതി വെക്കുക, വിളക്കിലെണ്ണ നാം കരുതേ. നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ. നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തിൻ വേലക്കാർ, സുവിശേഷ വേലക്കാർ. ഒരിക്കൽ നമ്മെ താൻ മാനിക്കും നിശ്ചയം ആ നല്ല നാളുകൾ സമീപമാകയാൽ. ഒരിക്കൽ നമ്മെ താൻ മാനിക്കും നിശ്ചയം ആ നല്ല നാളുകൾ സമീപമാ. ഓ നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തും വേലക്കാർ, സുവിശേഷ വേലക്കാർ. ഓ നല്ല വേലക്കാർ, നല്ല ഗ്രഹവിചാരകർ, കൊയ്ത്തും വേലക്കാർ, സുവിശേഷ. ഒരുക്കമാനതേ മനദുരഗതിദാനതേ അതുപെനെ മോരെ ബാദുനഗതനാനതേ. ഓരിച്ച ഗദഗദനഗദരാനലന്തുലച്ചസ്. ഓരിക്കമാനതേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. നല്ല വേലക്കാരെ ദൈവം നിശ്ചയമായും മാനിക്കും. All is well that ends well. നന്നായി അവസാനിക്കുന്നതൊക്കെയും നല്ലതാണ്. വേദപുസ്തകം പഠിച്ചാൽ നന്നായി പോകുന്നവർക്ക് ഒരു നല്ല അവസാനം, നല്ല നില എന്നാണ് പറയുന്നത്. നല്ല പ്രാഗൽഭ്യം ദൈവം കൊടുക്കും. ഒടുവിൽ കിരീടങ്ങൾ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുമെന്നാണ് ദൈവം പറയുന്നത്. കള്ളപ്രവാചകന്മാരുടെ അവസാനം എന്താണ്? ശീഘ്രനാശം. കള്ളപ്രവാചകന്മാരുടെ അവസാനം എന്താണ്? ഏലിയാവിന്റെ വാൾ. എന്നാൽ സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ സമീപസ്ഥൻ. ഹല്ലേലൂയ. അവരുടെ ഭാവി ധന്യമാണ്. അവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. സ്വർഗത്തിൽ പോയാലും അവർക്ക് പ്രത്യേകം കിരീടങ്ങളെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നല്ല നിലവാരങ്ങളിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന പേര് കേൾക്കുവാൻ നമുക്ക് നമ്മുടെ താലന്തുകളെ വ്യാപാരം ചെയ്യാം. ഞാൻ പറയാറുണ്ട്, ആലയം പട്ടണമധ്യേ നമുക്ക് നൽകിയ ആലയം അത് ദൈവം നൽകിയ താലന്താണ്. മല്ലിൽ പിടിച്ച് പ്രാർത്ഥിക്കാൻ തന്ന കൃപ ദൈവം തന്ന താലന്താണ്. ഈ കാഴ്ചപ്പാടുകൾ എത്രയോ ഹീനമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കും. ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിൽ ഹീനമായ കാര്യങ്ങൾക്ക് വേണ്ടി, വിലയില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ വില കൊടുക്കുവാൻ ലഭിച്ചത് ഭാഗ്യമാണ്, ഭാഗ്യം. ഞാൻ ഇന്ന് വാഹനം ഇങ്ങനെ ഓടിച്ചു പോവുകയായിരുന്നു. അല്പം ഷോപ്പിംഗ് ഒക്കെ പോകാൻ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഒരു ട്രാഫിക് ജാമിലെത്തി. അവിടെ അപ്പുറത്ത് ഒരു നാമധേയ സംഘത്തിൽ നിന്ന് ഇങ്ങനെ ചൊല്ലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു 1000 വട്ടം അവർ പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എവിടാണ് ഇതിന് വചന വ്യവസ്ഥയുള്ളത്? ആരാണ് മറിയെ മധ്യസ്ഥയാക്കിയത്? ഏതെങ്കിലും വാക്യം കാണിക്കാൻ കഴിയുമോ? അവർ പറയുന്നു, സ്വർഗത്തിന്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എവിടെ എഴുതിയിരിക്കുന്നു സ്വർഗത്തിന്റെ വാതിലെന്ന്? കൃപ ലഭിച്ചവളെ എന്ന് ദൂതൻ വിളിച്ചു. ശരിയാണ്, ദാവീദിനും കൃപ ലഭിച്ചു എന്ന് പറഞ്ഞ് അവളെ ഒരു ആരാധനയ്ക്ക് വേണ്ടി വേർതിരിച്ചില്ല, ഭഗവതിയാക്കി മാറ്റിയില്ല. ഇതറിയാതെ വെറുതെ ഞങ്ങൾക്ക് വേണ്ടി യാചിക്കണം, ഞങ്ങൾക്ക് വേണ്ടി യാചിക്കണം, വെറുതെ കിടന്ന സമയങ്ങളെ. ഞാൻ പറയാം, ആ സമയത്ത് ഒരു 4 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ചിരുന്നെങ്കിൽ എത്ര ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. പക്ഷേ പിശാച് സമ്മതിക്കത്തില്ല. പിശാചിന് മറിയെ വിളിക്കുന്നതിൽ ഒട്ടും പരിഭവമില്ല. യേശുവിനെ വിളിക്കുന്നതിൽ വല്ലാത്ത പരിഭവമാണ്. കാര്യം യേശു ഇന്നും ജീവിക്കുന്നവനാണ്. എത്ര പേർ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്നു? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്രിസ്ത്യൻ സമൂഹത്തിൽ വിഗ്രഹങ്ങളെ സേവിക്കുന്ന സമൂഹത്തെ എടുത്തു പഠിക്കുക. അവിടെ ഓരോ വീടുകളെ എടുത്തു പഠിക്കുക. മാറ്റുവാൻ കഴിയാത്ത ശാപങ്ങൾ, നീക്കുപോക്കില്ലാത്ത ശാപങ്ങൾ, മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങൾ, മച്ചിയായ നിലവാരങ്ങൾ, അല്ലെങ്കിൽ എന്താണ് അനർത്ഥങ്ങൾ, അനാവശ്യ അനർത്ഥങ്ങൾ, അപകടങ്ങൾ
ദുഃഖപൂർണമായ കുടുംബങ്ങൾ, എന്തോ ചില കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന നിലവാരങ്ങൾ. എന്നാൽ സത്യത്തിലും ആത്മാവിലും യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്ന കുടുംബങ്ങൾക്ക് എത്രമാത്രം ഉയർച്ചയാണ്. അവിടെ അനർത്ഥങ്ങളില്ല, അപകടങ്ങളില്ല, കൊറോണയില്ല, മരണമില്ല, രോഗമില്ല. വെറുതെ പറയുകയല്ല, ഇത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ പറയുന്നത് വെറുതെ സമയം കളയരുത്. യേശുവേ എന്ന് വിളിക്കുക. യേശു അത്ഭുതങ്ങളെ വിലയുള്ളവരായി തീരുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഒരുപാട് ജീവിതങ്ങൾ ഇനിയും കർത്താവിനെ അറിയേണ്ടതായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നിന്ന് കണക്കെടുത്തു. 110ഓളം കുടുംബങ്ങൾ സഭയിലുണ്ട്. ആ കുടുംബത്തിലെ എല്ലാവരും, ഞാൻ അത് വരാൻ സാധ്യതയുള്ളവരെ ഞാൻ കണക്കാക്കിയപ്പോൾ 600 പേര് ആലയത്തിൽ വരണം. ഇപ്പോഴത്തെ നിലവാരങ്ങൾ 600 പേര്. പലരും വിദേശ രാജ്യങ്ങളിലാണ്, പല ദൂര സ്ഥലങ്ങളിലൊക്കെ വേണം. ഞാൻ പറഞ്ഞത് അത്രയും പേര് ആലയത്തിൽ വരാനുണ്ട്. അപ്പോൾ ശക്തമായി പ്രാർത്ഥിച്ചാൽ ഇവരിൽ ഒരു മുഴക്കം കർത്താവ് കേൾപ്പിക്കും. ഇവരിൽ പലരും സത്യത്തെ അറിയാതെ, സത്യദൈവത്തെ അറിയാതെ ജീവിക്കുകയാണ്. 110 കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും വരുന്നത്. ഒരു വ്യക്തിയായിരിക്കും വരുന്ന കുടുംബത്തിൽ നിന്ന്. ബാക്കി 6, 7, 8 പേര് ഒരു കുടുംബത്തിലുണ്ട്. കുടുംബത്തിൽ കുറഞ്ഞ 8 പേരോളം മിക്കവാറും കാണാൻ സാധ്യതയുണ്ട് ഒരു കുടുംബത്തിൽ. പക്ഷേ ഇവരാരും വരുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് കുടുംബങ്ങളിൽ ഒരു മുഴക്കം കേൾപ്പിക്കട്ടെ, അറയിൽ ഒരു വെളിച്ചം പ്രകാശിക്കട്ടെ. ശക്തമായി പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്ത വ്യത്യാസം നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികൾ ആദ്യം മനസ്സിലാക്കട്ടെ. ഞങ്ങൾ ചതിക്കപ്പെടുകയാണ്, വഞ്ചിക്കപ്പെടുകയാണ്, സത്യദൈവത്തെ അറിയുന്നവർ ഉയരുകയാണ് എന്ന ചിന്ത അവർ മനസ്സിലാക്കട്ടെ, പഠിക്കട്ടെ. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഇതൊന്നും പഠിക്കാനോ ഓർക്കുവാനൊന്നും ആർക്കും സമയമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, കുടുംബത്തിൽ കർത്താവ് ഒരു മുഴക്കം കേൾപ്പിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് കുടുംബങ്ങളെ, ഞാൻ 110 കണക്ക് പറഞ്ഞപ്പോൾ തന്നെ ആലയത്തിൽ വന്ന വ്യക്തികളുടെ കണക്കല്ല ഞാൻ പറഞ്ഞത്. ആലയത്തിൽ വന്നവരുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 300ഓളം കുടുംബങ്ങൾ കർത്താവിലേക്ക് ആലയം മുഖാരം വന്നിട്ടുണ്ട്. ചിലരൊക്കെ പിന്മാറിപ്പോയ നിലവാരങ്ങളുണ്ട്. അവരേറ്റവും നിർഭാഗ്യവാന്മാരാണ്. സത്യസഭ നഷ്ടപ്പെട്ടു പോയവർ ഏറ്റവും നിർഭാഗ്യവാന്മാരാണ്. ലോകത്തെ ഏറ്റവും നിർഭാഗ്യവാന്മാർ. അതല്പം കൂടെ കഴിയുമ്പോഴേ, ഇപ്പം മൂഢസ്വർഗത്തിൽ പലരും പൊക്കി വെക്കും. അല്പം കൂടെ കഴിയുമ്പോഴാണ് ക്യാൻസർ കേന്ദ്രത്തിലാണ് വന്നു പെട്ടത് എന്ന സത്യം മനസ്സിലാക്കുന്നത്. സത്യസഭയെ തള്ളിപ്പോകുന്നവൻ ലോകത്തെ ഏറ്റവും വലിയ നിർഭാഗ്യവൻ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കുടുംബങ്ങളിലുള്ള വ്യക്തികളെ കർത്താവ് കൊണ്ടുവരട്ടെ. കൊറോണ കാലത്ത് തന്നെ സത്യദൈവത്തെ അറിഞ്ഞവർക്ക് ഒരു ഹാനിയും വന്നില്ല. എന്നാൽ കുടുംബത്തിൽ ദൈവത്തെ അറിയാത്ത വ്യക്തികൾക്ക് ഹാനി സംഭവിച്ചു. അതും പഠന വിഷയമാക്കേണ്ട കാര്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കുടുംബത്തിൽ വ്യക്തികളെ കർത്താവ് കൊണ്ടുവരട്ടെ. കുടുംബത്തിൽ മുഴക്കം കർത്താക്കൾ. എത്ര പേർക്ക് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ട്? ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്താണ്? കുടുംബത്തിലെ വ്യക്തികളുടെ അപജയം നമ്മളെ വല്ലാതെ ദുഃഖിപ്പിക്കും. സ്വർഗത്തിൽ പോയാലും നമുക്ക് സ്വസ്ഥത കിട്ടത്തില്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് സംഭവിക്കരുത്. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ബന്ധുമിത്രാദികളെ വേഗത്തിൽ കർത്താവിലേക്ക് വലിച്ചടിപ്പിക്കാം. പ്രസ്ഥാനത്തിന് അടിമപ്പെട്ട് സമാന്തരമായി പോകുന്ന വ്യക്തികളെ കർത്താവ് സത്യ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരട്ടെ. ഹല്ലേലൂയ. സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ കാഴ്ചപ്പാടും ദർശനവും കൊടുക്കട്ടെ. പ്രാർത്ഥിക്കാം. എത്ര പേർക്ക് ചേർന്ന് പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ട്? ഇതുപോലെ പ്രാർത്ഥിക്കുന്ന അനേക സത്യതൽപരായ ശുശ്രൂഷകന്മാർ ലോകത്താകമാനമുണ്ട്. അവർക്കൊപ്പം കരങ്ങളെ കോർത്ത് പിടിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയെ സ്നേഹിച്ച് അങ്ങയുടെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായി അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായി അത്ഭുതങ്ങളെ ചെയ്യുന്ന അത്ഭുത മന്ത്രിയെ, വീര്യം പ്രവർത്തിക്കുന്ന വീരനാം ദൈവമേ, അങ്ങയുടെ പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു മുഴക്കം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കേൾപ്പിക്കണം. അപ്പോൾ ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയാൽ എങ്ങനെ തെറ്റി വീഴിയും? അപ്പോൾ ആ കുടുംബത്തിൽ ഒരു വ്യക്തി കർത്താവിനെ അറിയുമ്പോൾ ആ കുടുംബത്തിലേക്ക് കർത്താവ് അടുത്തു. എന്നിട്ടും ആ സത്യത്തെ മനസ്സിലാക്കാതെ ചതിയിലും വഞ്ചനയിലും പെട്ട്, അപ്പോൾ മദ്യത്തിനും മയക്കുമരുന്ന് അടിമപ്പെട്ട് കർത്താവെ ദിവസങ്ങൾ തള്ളി നീക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പോൾ ഒരു അവബോധം നീ കൊടുക്കണം, ഒരു കൊച്ച അടി നീ കൊടുക്കണം കർത്താവെ.
ഞങ്ങളുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, ഞങ്ങളുടെ ഞങ്ങളുടെ രക്തബന്ധുക്കൾ നശിക്കുന്നത് ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല കർത്താവേ. അപ്പൊ തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ എന്ന തിയോളജിയിൽ തകർന്നു പോകുന്നത് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങ് ഒരു മുഴക്കം കേൾപ്പിക്കണം. കുടുംബങ്ങളിൽ കഴിയുമപ്പ. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും. മല്ലു പിടിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവെ. അറയിൽ ഒരു വെളിച്ചം പ്രകാശിക്കട്ടെ, മുറിയിൽ ഒരു മുഴക്കം കേൾക്കട്ടെ, പടകിൽ ഒരു പെരുക്കമുണ്ടാകട്ടെ. എന്ന് കഴിയും. ഞങ്ങൾ മല്ലു പിടിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച. ഇപ്പോൾ തന്നെ ദൂതന്മാരെ അയച്ചാട്ടെ കർത്താവ്. നിനക്ക് ഒരുപാട് ദൂത സൈന്യമുണ്ട് കർത്താവെ. സുവാർത്ത അറിയിക്കുന്ന ദൂത സൈന്യമുണ്ട് കർത്താവെ. അവരെ കൊണ്ട് സുവിശേഷത്തിൻ്റെ സുവാർത്ത നീ അറിയിക്കണം കർത്താവെ. അപ്പോൾ തന്നെ ചില സിംഹങ്ങളുടെ കർത്താവ്, ഇതിനെതിരായി സംസാരിക്കാൻ കഴിയാവുന്ന സിംഹങ്ങളുടെ വായെ ദൂതനെ അയച്ച് അടയ്ക്കണം കർത്താവെ. ആ ദൂതനെ അയച്ച് മുമ്പേ പോയി ദുർഘടങ്ങളെ നിരപ്പാക്കണം. നിനക്ക് കഴിയും. ദൂതനെ അയച്ച് തടവറയിൽ പെട്ടുപോയി പത്രോസ്മാരുടെ ചങ്ങല അഴിച്ച് പുറത്തു കൊണ്ടു. നിനക്ക് കഴിയും. ദൂതനെ അയക്കണം. ഞാൻ കൽപ്പിച്ചയക്കുന്നപ്പാ. ദൂതന്മാർ ഞങ്ങളുടെ സേവകാത്മാക്കളാണ്. കൃപയാൽ അവരെ കൽപ്പിച്ചയക്കുന്നു. ദൂതൻ മുന്നേ പോകട്ടെ, ജീവിതങ്ങളെ വിടുവിച്ചെടുക്കട്ടെ. കുടുംബത്തിലേക്ക് ദൂതൻ വരട്ടെ. രക്തത്തിന്റെ മുദ്രയുള്ളവരെ സൂക്ഷിക്കുന്ന ദൈവമുണ്ടെന്ന് അറിയുവാൻ തക്കോണം കർത്താവേ ദൂതനെ കുടുംബങ്ങളിലേക്ക് അയക്കണം. മല്ലു പിടിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവേ. വെറുതെ ചികിത്സിക്കുന്ന കർത്താവ്, ലഘുവായി ചികിത്സിക്കുന്ന ഒരുപാട് നിലവാരങ്ങളുണ്ട് കർത്താവ്. ഒരാഴ്ച ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലഘുവായി ചികിത്സിക്കുന്ന ഒരുപാട് ലൊക്കിലൊടുക്ക് കർത്താവെ വൈദ്യന്മാരുണ്ട് കർത്താവ്. അവനെ വെട്ടി നശിപ്പിക്കുന്ന കർത്താവെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചേ മതിയാകൂ. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തേ മതിയാകൂ എന്ന ചിന്ത അവരിലേക്കുള്ള കൽപ്പിച്ചയക്കുന്നപ്പാ. രക്ഷയ്ക്കായി വിളിച്ചപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. യേശുമായി ബന്ധം ശക്തിപ്പെടുത്തണം, അല്ലെങ്കിൽ പിശാച് വിഴുകിക്കളയും എന്ന ചിന്ത അവരെ ഭരിക്കട്ടെ. യേശുവിന്റെ ആവശ്യകത നമ്മുടെ കുടുംബത്തിലെ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകട്ടെ. എതിരായുള്ള എല്ലാ കള്ളപ്രവാചകനെയും കെട്ടി പ്രാർത്ഥിക്കുന്നു. എതിരായുള്ള എല്ലാ ദുഷ്പ്രവർത്തിക്കാരനായ ശുശ്രൂഷകന്മാരെയും കെട്ടി പ്രാർത്ഥിക്കുന്നപ്പാ. എതിരായുള്ള എല്ലാ പ്രസ്ഥാനശാലിനെയും കെട്ടി പ്രാർത്ഥിക്കുന്നപ്പാ. എതിരായുള്ള എല്ലാ അഭിനയക്കാരനെയും കെട്ടി പ്രാർത്ഥിക്കുക. കള്ള ശുശ്രൂഷകന്മാരെ കെട്ടി പ്രാർത്ഥിക്കുന്നു. ജനത്തെ വിട്ടയക്കുക. കുടുംബത്തിലെ വ്യക്തികളെ വിട്ടയക്കുക. സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കുക. ദൈവപ്രവർത്തിക്കായി സ്തോത്രം. മുഴുവൻ യേശുവിന്, യേശു നാമത്തിൽ ആമേൻ. അന്യഭാഷകൾ ചേർന്ന് പ്രാർത്ഥിക്കും. ദൈവപ്രവൃത്തിക്കായി, വിടുതലിനായി സ്തോത്രം. അത്ഭുത ക്രിയകൾക്കായി സ്തോത്രം. രൂപാന്തരങ്ങൾക്കായി സ്തോത്രം. ചേർന്ന് പാടാം. ഒരു കൊയ്ത്തു വരുന്നുണ്ട്. ആർപ്പുവിളി. ഒരു കൊയ്ത്തു വരുന്നുണ്ട്. അർപ്പുവിളി ഞാൻ കേൾക്കുന്നേ. എന്റെ ജീവിതം ധന്യമാ, എന്റെ ഭാവി ധന്യമാ. ഒരു കൊയ്ത്തു വരുന്നുണ്ട്. അർപ്പുവിളി ഞാൻ കേൾക്കുന്നേ.
ധന്യമാ, എന്റെ ഭാവി ധന്യമാ. വിത്ത് ചുമന്നും കരഞ്ഞും കണ്ട് വിതച്ചോരു കാലമില്ലേ, വിത്ത് ചുമന്നും കരഞ്ഞും കണ്ട് വിതച്ചോരു കാലമില്ലേ. തക്കവണ്ണം നാം പ്രാപിക്കും, നൂറുമേനി നാം കൊയ്തിടും. തക്കവണ്ണം നാം പ്രാപിക്കും, നൂറുമേനി നാം കൊയ്തിടും. കൊയ്ത്തു വരുന്നുണ്ടേ, അർപ്പുവിളി ഞാൻ കേൾക്കുന്നേ. എന്റെ ജീവിതം ധന്യമാ, എന്റെ ഭാവി ധന്യമാ. ഒരു കൊയ്ത്തു വരുന്നുണ്ടേ, അർപ്പുവിളി ഞാൻ കേൾക്കുന്നേ. എന്റെ ജീവിതം ധന്യമാ, എന്റെ ഭാവി ധന്യമാ. തന്റെ ജനം തന്നിൽ ആനന്ദിപ്പാൻ ജീവിപ്പിക്കും നാൾ വരുന്നു. തന്റെ ജനം തന്നിൽ ആനന്ദിപ്പാൻ ജീവിപ്പിക്കും നാൾ വരുന്നു. കൊയ്ത്തിന്റെ കാലമല്ലേ, ഉണർവിന്റെ നാളുകളല്ലേ. കൊയ്ത്തിന്റെ കാലമല്ലേ, ഉണർവിന്റെ നാളുകൾ. കൊയ്ത്തു വരുന്നുണ്ടേ, അർപ്പുവിളി ഞാൻ കേൾക്കുന്നേ. എന്റെ ജീവിതം ധന്യമാ, എന്റെ ഭാവി ധന്യമാ. ഒരു കൊയ്ത്തു വരുന്നുണ്ടേ, അർപ്പുവിളി ഞാൻ കേൾക്കുന്നേ. എന്റെ ജീവിതം ധന്യമാ, എന്റെ ഭാവി ധന്യമാ. പ്രിയമക്കളെ, 110% ഉറപ്പോടെ ഞാൻ പറയട്ടെ, സത്യമായി വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ സമീപസ്ഥനാണ്. അത് വ്യക്തമായി ബോധ്യപ്പെടണമെങ്കിൽ കള്ളപ്രവാചകന്മാരെ പഠിക്കണം. അവരെപ്പോഴും ഒരു വാളിനെ ഭയപ്പെടുന്നത് കാണുവാൻ സാധിക്കും. ഒരു വാള് അവർക്കെതിരെ ഉണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതിനെപ്പോഴും ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. കുറേ ഗുണ്ടകളെ വെക്കും, അല്ലെങ്കിൽ ഒളിച്ചു നടക്കും, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വളരെ സൂക്ഷിച്ചാണ് അവരുടെ ഓരോ നീക്കങ്ങളും. പക്ഷേ വാളിനെ ഒഴിയുവാൻ ഒരിക്കലും കഴിവില്ല. ഇതുപോലാണ് ഇസബേലിൻ്റെ മേശയിൽ ആഹാരം കഴിച്ച് പുളച്ച കള്ളപ്രവാചകന്മാർക്ക് സംഭവിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളെ കൊല്ലുവാനോ നശിപ്പിക്കുവാനോ ലോകത്താർക്കും കഴിവില്ല, ഞങ്ങൾ സുരക്ഷിതരാണ്, ഞങ്ങൾ രാജ്ഞിയുടെ മേശയിൽ ആഹാരം കഴിക്കുന്നവരാണ്. എന്നാൽ ഒറ്റ ദിവസം 850 പേരെയും ഏലിയാവ് വെട്ടിക്കൊന്നു. വാൾ, ഞാൻ പറഞ്ഞത്, തെറ്റായി പോകുന്നവർക്ക് ഒരു വാൾ എപ്പോഴും കാത്തിരിപ്പുണ്ട്. കുറെ കാലമൊക്കെ MLA പിടിച്ചും അല്ലെങ്കിൽ കുറെ രാഷ്ട്രീയക്കാരെ പിടിച്ചൊക്കെ നിൽക്കാം. പക്ഷെ അവസാനം ആ വാൾ രോഗമായിട്ട്, ക്യാൻസറായിട്ട്, അപകടമായിട്ട് അവരെ നശിപ്പിച്ചു. ഇത് വചനം പഠിപ്പിക്കുന്ന കാര്യം ഞാൻ പറയുന്നു. സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്കും യഹോവ സമീപസ്ഥനാണ്. ഞാൻ പറയുന്നത്, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഭാവി എത്ര ധന്യമാണ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു, നമ്മൾ പറയും പോലെ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമ്മളാണ് ദേശത്തെ കൺട്രോൾ ചെയ്യുന്നത്. എനിക്ക് 100 കൂട്ടം അനുഭവങ്ങളുണ്ട്. നീ മാറിപ്പോകാൻ പറഞ്ഞാൽ ആല് മാറിപ്പോകും. നീ മാറിപ്പോകാൻ പറഞ്ഞാൽ സംവിധാനങ്ങളൊക്കെ അവിടെ നിന്ന് മാറിപ്പോകും. കാരണം നിന്റെ വാക്ക് കേട്ട് പ്രവർത്തിക്കുന്നൊരു ദൈവം, ഇത്രമാത്രം സഹായിക്കുന്നൊരു ദൈവം വേറെയുണ്ടോ? ഇത്രമാത്രം ആനുകൂല്യം കൊടുക്കുന്നൊരു ഡിപ്പാർട്ട്മെന്റ് വേറെയുണ്ടോ? ഇത്രമാത്രം അജയ്യമായിട്ട് നമ്മളെ കൊണ്ടുപോകുന്നൊരു ഡിപ്പാർട്ട്മെന്റ്. എത്ര നിർഭയമായ ജീവിതമാണ് വിശ്വാസ ജീവിതം. ആൾക്കാർ ചോദിക്കാറ്, പാസ്റ്റർ എന്നിട്ട് എന്താ ഇന്നടത്തെ പെന്തക്കോസ്തുകാരൻ അവിടുത്തെ പെന്തക്കോസ്തുകാരനും കിടന്ന് അഴലുന്നത്? ദൈവവുമായി ബന്ധമില്ല, പ്രസ്ഥാനവുമായിട്ടേ ബന്ധമുള്ളൂ. ഞാൻ പറയുന്നത് പരമാർത്ഥമായ കാര്യമാണ്. ദൈവവുമായുള്ള ബന്ധം ശക്തിപ്പെട്ടിട്ടില്ല. പള്ളിയിൽ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, സമാന്തരമായി നീങ്ങുവാൻ വേണ്ടി, മുഖസ്തുതിക്ക് വേണ്ടി, കമ്മിറ്റി കളിക്കാൻ. ദൈവത്തോട് ബന്ധമില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കാറില്ല. പേര് പെന്തക്കോസ്തുകാരനാണെന്ന്. അതുകൊണ്ട് കാര്യമില്ല. സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ.
അവർ വാഴുന്നവരാണ്. നീ പറയും പോലെ നാട്ടിൽ സംഭവിക്കും. നീ പ്രാർത്ഥിച്ചിറങ്ങിയാൽ ജനം വണങ്ങി നിൽക്കും. നിന്റെ വാഹനം പോകുമ്പോൾ ജനം വണങ്ങി നിൽക്കും. ഇല്ലെങ്കിൽ അവന് ജീവിതമില്ല, അവന് ഭാവിയില്ല. ഇത് അനുഭവിച്ചറിയുന്ന കാര്യങ്ങളാണ്. വാഴുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട ജനം വാഴുന്നു. പ്രാർത്ഥിക്കാം, വീണ്ടും പ്രാർത്ഥിക്കാം. ചുറ്റുപാടും ഒരുപാട് നാമധേയ സംഘങ്ങൾ, കള്ള പ്രവചന കൂട്ടങ്ങൾ, അവിടെയൊക്കെ കുരുങ്ങി കിടക്കുന്ന ഒരുപാട് നല്ല നല്ല വിശ്വാസികളുണ്ട്. കർത്താവിനെ പുറത്തു കൊണ്ടുവരട്ടെ. ഗ്രാഫ് താഴേക്ക് പോകുന്ന ഒരുപാട് കൂട്ടങ്ങൾ, കർത്താവ് അവരെ വിടുവിച്ചെടുക്കട്ടെ. നോക്കുക, വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താണ്? ചിലരെയൊക്കെയും കർത്താവ് പ്രത്യേകം പേര് ചൊല്ലി വിളിക്കുവാനിടയായി. ലാസറിനെ വിളിച്ചു. ലാസർ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം സഹായമായവനെന്നാണ്. ലൂക്കോസ് 11-ാം അധ്യായം 43-ാമത്തെ വാക്കിൽ ലാസറേ പുറത്തു വരിക. ലാസർ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം സഹായമായവൻ. ദൈവം സഹായമായവനെ. നീ കല്ലറയ്ക്കകത്ത് ഒതുങ്ങാനുള്ളവനല്ല, നീ എനിക്കൊപ്പം പന്തിയിലിരിക്കാനുള്ളവനാണ്. നീ ചീഞ്ഞളിയാനുള്ളവനല്ല, നീ നാറ്റം വെക്കാനുള്ളവനല്ല, നീ നാമാവിശേഷമാകാനുള്ളവനല്ല, നീ എനിക്കൊപ്പം പന്തിയിലിരിക്കാനുള്ള. അതുകൊണ്ട് പുറത്തു വരിക. വീണ്ടും യേശു വിളിച്ചു, സക്കായിയെ, നിഷ്കളങ്കനെ. വിളിക്കേണ്ട വിളി എന്താണ്? വളർച്ചയില്ലാത്തവനെ, ചുങ്കം പിരിക്കുന്നവനെ, പാപിയെ എന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് അവന്റെ ഹൃദയത്തിന്റെ നിലവാരങ്ങൾ മനസ്സിലാക്കിയ യേശു അവനെ വിളിക്കുകയാണ്, നിഷ്കളങ്കനേ. അറിവില്ലായ്മയിലാണ് കാട്ടത്തിയിൽ പെട്ടുപോയത്. താല്പര്യം എന്താണ്? കർത്താവിനെ കാണണം. പക്ഷേ വളർച്ചക്കുറവുണ്ട്, പക്വതക്കുറവുണ്ട്, പരിജ്ഞാനക്കുറവുണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള വലിപ്പത്തിന്റെ അറിവ് കുറവുണ്ട്. അവരുടെ പോയി കാട്ടത്തീ കയറി. നിഷ്കളങ്കനേ എന്നവനെ വിളിച്ചു. വീണ്ടും നമുക്കറിയാം, യേശുവിന്റെ മരണശേഷം കുറെ ശിഷ്യന്മാർ പിന്മാറ്റത്തിലേക്ക് പോയി, മീൻ പിടിക്കാൻ പോയി. അവരെ വിളിച്ചു, കുഞ്ഞുങ്ങളെ, പിന്മാറിപ്പോയ കുഞ്ഞുങ്ങളെ, വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങളെ എന്നവരെ വിളിച്ചു. വീണ്ടും യോഹന്നാൻ സ്നാപകനും യേശു വിളിച്ചു, സർപ്പ സന്തതികളെ. കപടഭക്തിക്കാരെ നോക്കി വിളിച്ചു യേശു, സർപ്പ സന്തതികളെ. നല്ലത് പറയാൻ അകത്ത് നന്മയില്ലാത്തവരെ നോക്കി വിളിച്ചു, സർപ്പ സന്തതികളെ, പിശാചിന്റെ മക്കളെ. അപ്പോൾ നന്മ പറയുന്നവരാരാണ്? ദൈവത്തിന്റെ മക്കളാണ്. നന്മ പറയാൻ കഴിയാത്തവരാരാണ്? സർപ്പത്തിന്റെ മക്കളാണ്. സർപ്പം വിഷം ചീറ്റുന്നവനാണ്. സംശയം വിഷമാണ്. നെഗറ്റീവ് വിഷമാണ്, അത് ചീറ്റുന്നവനാണ്. അതാണ് സർപ്പ സന്തതികളെ. വീണ്ടും ശിഷ്യഗണത്തെ വിളിച്ചു, മക്കളെ. നല്ല വിളിയാണ്, മക്കളെ, ശിഷ്യഗണത്തെ. വീണ്ടും വിശ്വാസമുള്ളവരെ പ്രത്യേകമായി വിളിച്ചു, മകനെ, മകളെ. ആ കിടപ്പ് രോഗിയായ പക്ഷപാതക്കാരനെ യേശു വിളിച്ചു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. അവൻ മകനാണ്. കാര്യം എന്താണ്? അവനാണ് ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിശ്വാസം ഉണ്ടായിരുന്നത്. ആൾക്കാർ പഠിപ്പിക്കാറുണ്ട്, ചുമന്നവരുടെ വിശ്വാസം കണ്ടിട്ടാണ് യേശു അത്ഭുതം ചെയ്തത്. ചുമന്നവരുടെ വിശ്വാസം മാത്രമല്ല, അവരുടെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം ആ കട്ടിലിൽ കിടക്കുന്നവന്റെയാണ്. അവൻ നിർബന്ധം പിടിച്ചത് കൊണ്ടാണ് അവനെ അവർ കൊണ്ടുപോയത്. അവൻ പറഞ്ഞു കാണും, എൻ്റെ പാവന ഞാൻ പറയുകയാണ്, എന്നെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എത്തിക്ക്. അവർ പറഞ്ഞു കാണും, അവിടെ അടുക്കാൻ ഒക്കുന്നില്ല, കാറ് പോലും പാർക്ക് ചെയ്യാൻ ഒക്കുന്നില്ല, കിലോമീറ്റർക്ക് അപ്പുറമാണ് കാറൊക്കെ പാർക്ക് ചെയ്ത് നിൽക്കുന്നത്. അവിടെ എത്തിച്ചേ പറ്റൂ, കഴിയുമെങ്കിൽ എങ്ങനെയെങ്കിലും എന്നെ അവിടെ എത്തിക്കുക. അവന്റെ വിശ്വാസം യേശു കണ്ടു, അവനെ വിളിച്ചു, മകനെ. വീണ്ടും 12 വർഷം രോഗിയായ സ്ത്രീയെ യേശു വിളിച്ചു. വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്ത ആ 12 വർഷം രോഗിയെ യേശു വിളിച്ചു, മകളെ, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു, നീ സ്വസ്ഥമായി പോയി, ബാധ ഒഴിഞ്ഞിരിക്കുക എന്നവളോട് പറയാനിടയായി. അർത്ഥം എന്താണ്? വിശ്വാസമുള്ളവരെയാണ് യേശു മകനായി, മകളായി കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ, നീ ഒരു മകനോ അതോ നീ ഒരു ദാസനോ? വീണ്ടും
യേശു ഉയർപ്പിച്ച ബാല്യക്കാരനെ, ആ വിധവയുടെ മകനെ യേശു വിളിച്ചു ബാല്യക്കാരാ. യേശു കിളവന്മാരെ ഒന്നും ഉയർപ്പിച്ചില്ല. യേശു ഉയർപ്പിച്ചതെല്ലാം ചെറുപ്പക്കാരെയാണ്. 12 വയസ്സുകാരിയായ യായിറോസിന്റെ മകളെ, യെസ്, വീണ്ടും ബാല്യക്കാരനെ, വിധവയുടെ മകൻ ബാല്യക്കാരനെ, ലാസറിനെ, നല്ല ചെറുപ്പക്കാരെയാണ് യേശു കരുതണം. അവരെ ഉയർത്തെഴുന്നേറ്റിട്ട് അവന്റെ സാക്ഷികളായി മാറണം. അതുപോലെ യേശു പറയും, ബാല്യക്കാരാ, നിനക്ക് ഭാവിയിൽ ഒരു ശുശ്രൂഷയുണ്ട്. വീണ്ടും ചിലരെ വിളിച്ചു മന്ദബുദ്ധികളെ. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരെ വിളിച്ചു ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ, സത്യം മനസ്സിലാക്കാൻ കഴിയാതെ പിന്മാറിപ്പോകുന്ന മന്ദബുദ്ധികളെ, നിന്നെ എന്ത് വിളിക്കും? നിന്നെ യേശു എന്ത് വിളിക്കും? ഒരു അസാധാരണ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. 30-40 വർഷം പഴക്കം പറയുന്നല്ലോ. നിന്നെ എന്ത് പേര് വിളിക്കും? മകനെ എന്ന് വിളിക്കുമോ? അതോ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുമോ? മകളെ എന്ന് വിളിക്കുമോ? അതോ സർപ്പ സന്തതി എന്ന് വിളിക്കുമോ? ബാല്യക്കാര എന്ന് വിളിക്കുമോ? അതോ മന്ദബുദ്ധിയെ എന്ന് വിളിക്കുമോ? നിന്നെ എന്ത് പേര് വിളിക്കും? പാതാളത്തിന്റെ ആടെന്ന് വിളിക്കുമോ? അതോ സ്വർഗീയ പൗരൻ എന്ന് വിളിക്കുമോ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വിളിക്കുമോ? അതോ അസാധ്യതകൾ മാത്രം പറയുന്ന നെഗറ്റീവുകാരെന്ന് വിളിക്കുമോ? എല്ലാം ചിന്തനീയമായ കാര്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ ഒരുപാട് വ്യക്തികൾ കർത്താവിനെ അറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ ചുറ്റുപാടുമുള്ള നാമധേയ സംഘങ്ങളിൽ നിന്ന് ജീവിതങ്ങളെ കർത്താവ് കൊണ്ടുവന്നേ മതിയാകും. പ്രാർത്ഥിക്കാം. ചതിക്കപ്പെട്ടും വഞ്ചിക്കപ്പെട്ടും കഴിയുന്ന നാമധേയ സംഘങ്ങളിൽ കുരുങ്ങിപ്പോയ ഒരുപാട് നിഷ്കളങ്കരായ സക്കായിമാർ, ഒരുപാട് ദൈവം സഹായം കിട്ടേണ്ട ലാസർമാർ, അവരെ കർത്താവ് കൊണ്ടുവരട്ടെ. എത്ര പേർക്ക് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ട്? അല്പസമയങ്ങൾ മുമ്പോട്ട് പോയാലും നാം കർത്താവിൻ്റെ വേലയിൽ ചുമൽ കൊടുക്കുമ്പോൾ അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കർത്താവെ, അല്പം കൂടെ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഞാൻ അല്പം മാത്രം പ്രാർത്ഥിച്ചപ്പോൾ നീ എന്നെ ഇത്രയും അനുഗ്രഹിച്ചുവെങ്കിൽ, ഞാൻ അല്പം കൂടെ എന്നോട് സംസാരിച്ചുവെങ്കിൽ നീ എത്രയധികം എന്നെ അനുഗ്രഹിക്കുമായിരുന്നു. ദൈവനാമത്തിന് വില കൊടുക്കുന്ന കാര്യത്തിൽ റേഷം വെക്കരുത്. ആലയം തീരുമ്പോൾ ഓട്ടമാണ്, ധൃതിയാണ്. അല്പം കൂടെ ആ ദൈവ പാതപ്പെടുത്തിരിക്കാൻ പലർക്കും താല്പര്യമില്ല. ആദിമ നൂറ്റാണ്ടിലൊക്കെയും രാത്രി മുഴുവൻ ജനം ആലയത്തിൽ ഇരുന്നു. അതിന്റെ ഉദാഹരണങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞപ്പോൾ, നമുക്ക് ഒരുപാട് സാമ്പത്തികം വന്നപ്പോൾ, ഒരുപാട് ചുമതലകൾ വന്നപ്പോൾ ദൈവത്തെ വേണ്ട. ആ നിലവാരങ്ങൾ നാം തരം താണു പോകരുത്. നേരത്തെ വരണം, താമസിച്ചു പോകണം. യഹോവയ്ക്കായി കാത്തിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള നാമധേയ സംഘങ്ങൾ നല്ലതിനെ കർത്താവ് കൊണ്ടുവരട്ടെ. വളർച്ചയില്ലാത്തതാണ് കള്ളന്മാർ ഗുഹയിൽ പെട്ടുപോകുന്നത്. വളർച്ചയില്ലാത്തതാണ് കള്ള പ്രവചന കേന്ദ്രങ്ങളിൽ കുരുങ്ങിപ്പോകുന്നത്. വളർച്ചയുള്ളത് അവിടുന്ന് പുറത്തു വരും. വളർച്ച ലഭിക്കട്ടെ ജനത്തിന്. കുഞ്ഞുങ്ങളായിരിക്കുന്നവർക്ക് ഒരിക്കലും കർത്താവിനെ അറിയുവാൻ കഴിവില്ല. കർത്താവ് അവരെ പുറത്തു കൊണ്ടുവരട്ടെ. ഒരു മുഴക്കം ചുറ്റുപാടുമുള്ള നാമധേയ സംഘങ്ങൾ കേൾപ്പിച്ച് നല്ലതിനെ, കള്ളന്മാരും കൊള്ളക്കാരും ഒന്നും നമുക്ക് വേണ്ട. കള്ളത്തരങ്ങൾക്ക് ദൈവത്തെ കൂട്ടുവിളിക്കുന്നവന് നമുക്ക് വേണ്ട. അവനെ ശപിക്കണം. കള്ളത്തരങ്ങൾക്ക് ദൈവത്തെ കൂട്ടുവിളിക്കുന്നവന് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന വാഞ്ചയുള്ള പ്രതീക്ഷയുള്ള ഒരു കൂട്ടത്തെയാണ്. അങ്ങനെയുള്ളതുണ്ട്. യേശു എന്താ പറഞ്ഞത്? പിതാവ് ദൈവം എന്താ പറയുക? ബാലിന് മുട്ടുമടക്കാത്ത 7000 ഉണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറനീക്കി വരും. എത്രയോ പേർ വന്നില്ലേ മറനീക്കി? നമ്മൾ വിചാരിച്ച പോലെയുള്ള വ്യക്തികളല്ല വന്നത്, കർത്താവിലേക്ക് വന്നത്. ഒരു കാലത്തും വരത്തില്ല എന്ന് പറഞ്ഞ് എത്രയോ വ്യക്തികളെ കർത്താവ് കൊണ്ടുവന്നു. കർത്താവിന് കഴിയാത്ത കാര്യമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ട് കഴിയുന്ന, കച്ചവട കേന്ദ്രങ്ങൾ കഴിയുന്ന വ്യക്തികൾ നല്ലതിനെ കർത്താവ് പുറത്തെടുക്കട്ടെ. ദൂതനെ അയക്കട്ടെ. ചെറുത് സ്വർഗീയ പിതാവേ, ഇത്രയും സമയങ്ങൾ പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഒരുക്കിയല്ലോ കർത്താവേ. ഇത് ഒരു വലിയ കാഴ്ചപ്പാടാണപ്പ. അപ്പോൾ ആദ്യങ്ങൾ പറയുന്ന കാര്യം സത്യമാണോ അപ്പ? അതോ പ്രസ്ഥാനത്താൽ നിയന്ത്രിക്കപ്പെട്ട് സംസാരിക്കുകയാണോ? സ്വാർത്ഥമായ സംസാരങ്ങളാണോ അപ്പ ഞങ്ങൾ സംസാരിക്കുന്നത്? അപ്പൊ ദൈവത്തിന് എതിരായിട്ടോ സംസാരിക്കുന്നത്, അതോ അനുകൂലമായിട്ടോ? നീ അറിയുന്നല്ലോ കർത്താവേ. അപ്പൊ താല്പര്യം എന്താണ് കർത്താവേ? ഒരു സൈന്യം സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം.
അപ്പം ഞങ്ങളുടെ ഉദ്ദേശശുദ്ധി നീ മനസ്സിലാക്കണം കർത്താവേ. നീ അറിയുന്നില്ല കർത്താവേ, ഈ പട്ടണത്തിൽ അനേകായിരങ്ങൾ കർത്താവേ സമാന്തരമായി പോയി കച്ചവടങ്ങളിൽ കുനിയും കിടക്കുന്നപ്പ, കാട്ടത്തികളിൽ കുനിയും കിടക്കുന്നു. കല്ലറയ്ക്കകത്ത് നാറ്റം പിടിച്ച അവസ്ഥയിൽ ലോകം പറയുന്നു നാറ്റം വെച്ചു, നാറ്റം വെച്ചു, നാറ്റം വെച്ചു. എന്നാൽ നിനക്ക് പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയും കർത്താവേ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടെ കർത്താവേ. നല്ലത് കള്ളന്മാരെ വേണ്ടപ്പാ, അപ്പാ യൂദാമാരെ വേണ്ട കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടത് പത്രോസുമാരെയാണ്, സക്കായിമാരെയാണ്. പാപം ഏറ്റുപറയാൻ താല്പര്യമുള്ള സക്കായിമാരെ, ഉപയോഗിക്കപ്പെടാൻ താല്പര്യമുള്ള, അപ്പം പന്തിക്കിരിക്കാൻ താല്പര്യമുള്ള ലാസർമാരെ നീ ഒരുക്കണം. നിനക്ക് കഴിയും. ഒരു വിലയുള്ള കൂട്ടത്തെ ഞങ്ങൾ പുറത്തെടുക്കുന്നപ്പോൾ യുഗാടകപ്പന എതിരായുള്ള കള്ളപ്രവാചകനെ വെട്ടി നശിപ്പിക്കുന്ന യേശുവിൻ്റെ നാമം അവനെ വെട്ടി നശിപ്പിച്ച് കളയുന്നു. ഋഗാനകമ്പന ജനത്തെ വഞ്ചിക്കുന്ന കള്ള ശുശ്രൂഷകന്മാരെ വെട്ടി നശിപ്പിച്ചു യേശുവിൻ്റെ നാമം. ജനം പുറത്തു വരട്ടെ, സത്യത്തിലും ആത്മാർത്ഥിപ്പാൻ നല്ലത് വിലയുള്ളത് പുറത്തു വരട്ടെ. വിലയുള്ളത് പുറത്തു വരട്ടെ. ദൂതനെ അയച്ച് തട്ടി ഉണർത്തി ചെരുപ്പിട്ട് മുറുക്കി അരകെട്ടിച്ച് നീ പുറത്ത് കൊണ്ടുവന്നേ നിനക്ക് കഴിയും. അപ്പാ പത്രോസിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയും നിനക്ക് ഏവരെയും. അപ്പൊ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അപ്പാ യോനായെ നീ പുറത്തെടുത്തുവെങ്കിൽ നിനക്ക് അസാധ്യമായ കാര്യമില്ല. കഴുകുമരത്തിൽ നിന്ന് മൊർദെഖായിയെ നീ പുറത്തെടുത്തെങ്കിൽ നിനക്ക് കഴിയാത്ത കാര്യമില്ല. അപ്പാ തീച്ചൂളയിൽ നിന്ന് എബ്രായബാലന്മാരെ നീ പുറത്തെടുത്തെങ്കിൽ നിനക്ക് അസാധ്യമായ കാര്യമില്ല. സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിനെ നീ പുറത്തെടുത്തെങ്കിൽ നിനക്ക് അസാധ്യമായ കാര്യമില്ല. നീ പേര് ചൊല്ലി വിളിക്കണം. ലാസറേ, സക്കായിയേ, ദുഷ്ടന്റെ പ്ലാനുകളെ വെട്ടി ദേശാദിയെ വെട്ടി നുറുക്കിക്കളയുന്ന യേശുവിന്റെ നാമത്തിൽ വിട്ടയക്കുക. സത്യദൈവത്തെ ആരാധിപ്പാൻ സത്യമുള്ളതിനെ വിട്ടയക്കുക. ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ദുഷ്ടശക്തികളെയും പാമ്പുകളെയും തെളുകളെയും ചവിട്ടി ജയമെടുക്കുന്നപ്പ വിടുതലായി സ്തോത്രം. മഹത്വം യേശുവിനെ, യേശു നാമത്തിനെ ആമേൻ. അന്യഭാഷകൾ പ്രാർത്ഥിക്കുന്നു. രക്തത്താലും വചനത്താലും ജയം. വിടുതലായി സ്തോത്രം പറയാം. ദൈവപ്രവൃത്തിക്കായി സ്തോത്രം, അത്ഭുത ക്രിയകൾക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു നല്ല പാട്ട്, വീണ്ടെടുപ്പിൻ നാളെടുത്തിതാ മാറ്റൊലി ഞാൻ കേട്ടിട്ടു. ചേർന്ന് പാടാം. വീണ്ടെടുപ്പിൻ നാളടുത്തിതാ മാറ്റൊലി ഞാൻ കെട്ടിടുന്നിതാ. വീണ്ടെടുപ്പിൻ നാളടുത്തിതാ മാറ്റൊലി ഞാൻ കെട്ടിടുന്നിതാ. ലോകമെങ്ങും പോകാം, സാക്ഷികളായി തീരാം, കാലമെല്ലാം തീരാറായല്ലോ. ലോകമെങ്ങും പോകാം, സാക്ഷികളായി തീരാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. ശത്രു നിന്റെ മുൻപിലുള്ളതാ,
തെല്ലുമേ ഭയന്നിടേണ്ട നീ, ശത്രു നിന്റെ മുൻപിലുള്ളതാ. തെല്ലുമേ ഭയപ്പെടേണ്ട നീ, എന്തുക സർവായുധം കോട്ട കാത്തുകൊള്ളുക, ക്രിസ്തു തന്നെ സേനാനായകൻ. എന്തുക സർവായുധം കോട്ട കാത്തുകൊള്ളുക, ക്രിസ്തു തന്നെ സേനാനായകൻ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. ദേശത്തിന്റെ കാവൽ ചെയ്തിടൂ, കാവൽക്കാര രാത്രി എന്തായി? ഓ ദേശത്തിന്റെ കാവൽ ചെയ്തിടൂ, കാവൽക്കാര രാത്രി എന്തായി? ദൂരെ നിന്നു കേൾക്കും നാദമെന്റെ കാതിൽ, കാവൽക്കാര രാത്രി എന്തായി? ദൂരെ നിന്നു കേൾക്കും നാദമെന്റെ കാതിൽ, കാവൽക്കാര രാത്രി എന്തായി? വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വന്നിടും പ്രഭാതമൊന്നതിൽ, അന്നു വന്നുദിക്കും സൂര്യനാ. വന്നിടും പ്രഭാതമൊന്നതിൽ, അന്നു വന്നുദിക്കും സൂര്യനാ. അന്നു തന്നെ ശുദ്ധർ നിത്യതയിലെത്തും, നിത്യകാലം വാഴും മോദമാ. അന്നു തന്നെ ശുദ്ധർ നിത്യതയിലെത്തും, നിത്യകാലം വാഴും മോദമാ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറാ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാറായല്ലോ. വേഗം നാം പോയിടാം, വേഗം നാം പോയിടാം, കാലമെല്ലാം തീരാ. ഓ ദേശത്തിന്റെ കാവൽ ചെയ്തിടൂ, കാവൽക്കാര രാത്രി എന്തായി? ദേശത്തിന്റെ കാവൽ ചെയ്തിടൂ, കാവൽക്കാര രാത്രി എന്തായി? ഓ ദൂരെ നിന്നു കേൾക്കും നാദമെന്റെ കാതിൽ, കാവൽക്കാര രാത്രി എന്തായി? ഓ ദൂരെ നിന്നു കേൾക്കും നാദമെന്റെ കാതിൽ, കാവൽക്കാര രാത്രി, കാവൽക്കാര രാത്രി എന്തായി? കാവൽക്കാര രാത്രി എന്തായി? പ്രാർത്ഥിക്കാം. അല്പസമയം മുമ്പോട്ട് പോയെങ്കിലും അത് വിലയുള്ള കാര്യത്തിന് വേണ്ടിയുള്ള സമയം കൊടുക്കുകയാണ്. എത്രയോ സമയങ്ങൾ നാം റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കാറുണ്ട്, എയർപോർട്ടിൽ. എന്നാൽ ഒരു മിനിറ്റ് പോലും ആലയത്തിൽ കാത്തിരിപ്പാൻ പലർക്കും താല്പര്യമില്ല. ഓട്ടമാ ഓട്ടം. വാസ്തവത്തിൽ സത്യം മനസ്സിലാക്കിയാൽ എത്ര സമയം നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഓ പാട്ടുകാരൻ പാടി കേട്ടോ, കാവൽക്കാരാ രാത്രി എന്തായി? കാവൽക്കാരാ നിന്റെ കാവൽ എന്തായി? ഒരു ദേശത്തെ കാവൽ ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. കാവൽ ചെയ്യുക, അത് വളരെ വളരെ യാഥാർത്ഥ്യമാണ്. ഞാൻ ഈ ദേശത്തിന്റെ കാവൽക്കാരനാണ്. എനിക്കത് പലപ്പോഴും ബോധ്യപ്പെട്ട കാര്യമാണ്. എൻ്റെ കാവൽ അത് പ്രസക്തമായ കാര്യമാണ്. അതിന് അനന്തമായ സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചാൽ പിശാച് കീഴടങ്ങും, കള്ളപ്രവാചകൻ കാലിൻ്റെ കീഴിലാകും. ഞാൻ പ്രാർത്ഥിച്ചാൽ
ഇസങ്ങൾ തകരും. കാര്യം എൻ്റെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ഞാൻ ഒരു സാധാരണക്കാരനല്ല. I am extraordinary, uncommon, surprising, exceptional, because my God is super exceptional, super uncommon. Hallelujah. My expectations are great because my source is great. Hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഉണർവ് ഈ പട്ടണത്തിൽ നമ്മൾ മുഖാന്തരം സംഭവിക്കട്ടെ. പട്ടണത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നവരാണ് യഥാർത്ഥ നല്ല വ്യക്തികൾ. പണ്ട് കാലങ്ങൾ കേട്ടിട്ടില്ലേ, ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് ഓടിച്ചു നമ്മുടെ ദേശഭക്തരായ വ്യക്തികൾ. അതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടി. അവരെ ഇന്നും മാനിക്കുന്നു ലോകം. ഇന്ത്യ മാനിക്കുന്നു. മൊറാർജി ദേശായി അല്ലെങ്കിൽ വല്ലഭായ് പട്ടേൽ, ഇങ്ങനെയുള്ള വിലപ്പെട്ട വ്യക്തികളെ ഇന്നും ഇന്ത്യ മാനിക്കുന്നു. കാര്യം എന്താണ്? അഴുക്കിനെ ഓടിച്ചു, അടിമത്തങ്ങളെ ഓടിച്ചു. അതുപോലെ നമുക്കൊരു അനുഗ്രഹമായി മാറാം. പ്രാർത്ഥിച്ച് അന്ധകാരശത്തിലെ ഓടിക്കാൻ കഴിയുമെങ്കിൽ നീ എന്നും ഓർമ്മിക്കപ്പെടുന്നവനാണ്, നിത്യത വരെ. ഇന്ന് ആരും ഗവനിച്ചില്ലെങ്കിലും നിന്നെ ഗവനിക്കുന്നൊരു ദൈവമുണ്ട്. നിന്നെ മാനിക്കുന്ന സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നക്ഷത്രങ്ങളെ പോലാണ് നിന്നെ ശോഭിപ്പിക്കുവാൻ കർത്താവ് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. വാളല്ല, നക്ഷത്രം പോലെ. പ്രാർത്ഥിക്കാം. ഉണർവ് നമ്മൾ മുഖാന്തരം ഉറക്കമല്ല, ഉണർവ് സംഭവിക്കട്ടെ. കൊയ്ത്തിന്റെ വേലക്കാരെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു അനൗൺസ്മെന്റ് ചെയ്തോട്ടെ. ഞാൻ നിങ്ങൾ ആരെങ്കിലും അടിമത്തങ്ങളുടെ പോകുന്ന വ്യക്തികളാണോ? ഒരു ഉയർച്ചയില്ലാതെ പെന്തക്കോസ്തുകാരൻ എന്ന പേരിൽ പെന്തക്കോസ് ആണെങ്കിൽ പോലും ഒരു വിടുതലുമില്ലാതെ ഭാരപ്പെടുന്നെങ്കിൽ ഒരാഴ്ച ഞായറാഴ്ച സത്യാലയത്തിലേക്ക് വരിക. വളരെ പ്രയാസമാണ്. വില കൊടുത്തു വരിക. അതൊരു വഴിത്തിരിവായിരിക്കും. ഇവിടെ നിങ്ങളെ കണ്ട് ഗവനിക്കത്തില്ല, നിങ്ങളുടെ പേര് വിളിച്ച് പറയത്തില്ല, നിങ്ങളെ മുഖസ്തുതി ഉയർത്തത്തില്ല. പക്ഷെ നിങ്ങൾ ദൈവത്തെ കാണാൻ വേണ്ടി ആലയത്തിൽ വാ. ദൈവം ഇവിടെയുണ്ട്. ദൈവം നിങ്ങൾക്കിട്ട് അത്ഭുതം ചെയ്യും. കൊല്ലം പട്ടണം നടുഭാഗത്ത് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ല. പുതിയ റെയിൽവേ സ്റ്റേഷൻ പണിയുന്നതിന്, അതിൻ്റെ പുതിയ കവാടം പണിയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നടുഭാഗത്താണ് നമ്മുടെ ആലയം. ദൈവം ഒരുക്കിയ താലന്ത് ഞങ്ങളത് വ്യാപാരം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത് കൊണ്ടാണ് ഇപ്രകാരം വിളിച്ചു പറയുന്നത്. വ്യാപാരം ചെയ്യുന്നവൻ ആ വസ്തുവിൻ്റെ കാര്യം വിളിച്ചു പറയണം. അങ്ങനെയാണ് ഈ വ്യാപാരം നടക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നത്. പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത്. നീ കേൾക്കുന്നുവെങ്കിൽ നിനക്കൊരു അവസരം കർത്താവ് ഒരുക്കുകയാണ്. വില കൊടുത്ത് വരിക. നീ അമേരിക്കയിലായിക്കോട്ടെ, നീ അങ്ങ് ഉഗാണ്ടയിലായിക്കോട്ടെ, വില കൊടുത്ത് വാ. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തെ കാണാൻ വാ, എന്നെ കാണാൻ വരണ്ട. ഒരു മനുഷ്യ ദൈവങ്ങൾ അവിടെ ഇല്ല, ഒരു കള്ളപ്രവാചകന്മാരും അവിടെ ഇല്ല. സത്യദൈവത്തിന്റെ സാന്നിധ്യം അവിടെയുണ്ട്. വിശ്വാസത്തിന്റെ അന്തരീക്ഷം, സ്നേഹത്തിന്റെ കൊടി, അഭിഷേകത്തിന്റെ പുതപ്പ്. വില കൊടുത്തു വരിക. പ്രാർത്ഥിക്കാം നമുക്ക്. കൊയ്ത്തിന്റെ വേലക്കാർക്ക് വേണ്ടി, കൊയ്ത്തിനായിട്ട്. കൊയ്ത്ത് എന്താണ്? ഉണർവ്. എന്താണ് കൊയ്ത്തിന്റെ വേലക്കാർ? ഉണർവിന്റെ വേലക്കാർ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വീണ്ടും അടുത്തു വരട്ടെ. ഇപ്രകാരം ഒരു നല്ല കാഴ്ചപ്പാട് ഞങ്ങൾക്ക് തന്നല്ലോ കപ്പ. ഞങ്ങൾ ജീവിക്കുന്ന സമയങ്ങൾ ഇതൊക്കെയാണ് കർത്താവേ. ഞങ്ങൾ കുറെ പണം നേടുമ്പോഴല്ല, കുറെ മണിമാളുകൾ കെട്ടുമ്പോഴല്ല, കുറെ യാത്രകൾ ചെയ്യുമ്പോഴല്ല. ഞങ്ങൾ ജീവിക്കുന്നത് അങ്ങയുടെ രാജ്യത്തിന്റെ വ്യാപ്തിക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് കർത്താവ്. സത്യസഭയ്ക്ക് വില കൊടുക്കുമ്പോഴാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുമ്പോഴാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ആത്മാക്കളെ നേടുമ്പോഴാണ് ഞങ്ങൾ ജീവിക്കുന്നത്. മാതാപിതാക്കന്മാരെ സ്നേഹിക്കുമ്പോഴാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വചനത്തിന് വില കൊടുക്കുമ്പോഴാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ലംബമായി പോകുമ്പോഴാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇത് ഞങ്ങൾ ജീവിക്കുന്ന സമയമാണല്ലോ പാ. പ്രാർത്ഥിക്കട്ടെ പാ, ഒരു സൈന്യത്തെ ഉണർത്തി കൊണ്ടുവരണം. ഞങ്ങളെല്ലാം കൊയ്ത്തിന്റെ വിലക്കാരായി നീ ഉയർത്തണം കർത്താവേ. ഈ കൊച്ചു ജീവിതം കൊണ്ട് കുറഞ്ഞത് 10 കുടുംബങ്ങളെ നേടുവാൻ ഞങ്ങളെ സഹായിക്കണം. അതിനുള്ള അഭിഷേകം, അതിനുള്ള അവബോധം, അതിനുള്ള കൃപ, കാഴ്ചപ്പാട്, വെളിപ്പാട് ഞങ്ങൾക്ക് നൽകിയാണ്. ശക്തി, ധൈര്യം ഞങ്ങൾ ഒരു അനുഗ്രഹമാകട്ടെ. ഞങ്ങൾ മുഖാന്തരം പട്ടണം അഭ്യുദയം പ്രാപിക്കട്ടെ. വെളിച്ചം കാണട്ടെ. പൈശാചിക തേർവാഴ്ചകൾ അവസാനിക്കട്ടെ.
ദുഷ്ടന്റെ പ്ലാനുകൾ റദ്ദപ്പെടട്ടെ. ദൈവപ്രവൃത്തിക്ക് ദേശം അവകാശിയായി തീരട്ടെ. കൊയ്ത്തിന്റെ വിലക്കാരാക്കി ഉയർത്തിയാട്ടെ കർത്താവേ. ഒരു ദാഹം, ആത്മഭാരമെന്ന വിലപ്പെട്ട അനുഗ്രഹം ഞങ്ങൾക്ക് തരണേ കർത്താവേ. ഞാൻ നിനക്ക് വേണ്ടി ജീവനെ തന്നു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടി കൊടുത്ത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് കേൾക്കുവാൻ തക്കോണം സ്വർഗമിടയാക്കണം. കൊയ്ത്ത് കഴിഞ്ഞു, ബലശേഖരം കഴിഞ്ഞു, ഞാനോ രക്ഷിക്കപ്പെട്ടില്ല. ഇന്നലെ വാരങ്ങളിൽ തരംതാണ് പോകല്ലേപ്പാ, ഇസ്തങ്ങളിൽ പെട്ടുപോകല്ലേപ്പാ, സ്ഥാനമാനങ്ങളിൽ കുരുങ്ങിപ്പോകല്ലേ കർത്താവേ, കാട്ടത്തുകളിൽ കുരുങ്ങിപ്പോകല്ലേ കർത്താവേ. ഒരു ഉണർവ്, ഒരു ഉണർവ്, ഒരു ഉണർവ്, ഒരു ഉണർവ്, ഉണർവ്, ഉണർവ് കഴിയും. മല്ലു പിടിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, ഒരു അസാധാരണ ഉണർവിന് വേണ്ടി സഭയെ സമർപ്പിക്കുന്നപ്പ കഴിയും. ഉണർവ് മതിൽക്കെട്ടുകൾക്കകത്ത് ഒതുങ്ങിപ്പോകരുത്, പുറത്തേക്ക് പരക്കട്ടെ. എതിരായുള്ള എല്ലാ ശക്തികളെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് പട്ടണം മുഴുവൻ ഉണർവ് നിറയട്ടെ. തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഉണർവ് പരക്കട്ടെ. എതിരായുള്ള ദുഷ്ട പ്ലാനുകളെ കാൽക്കഴ ചവിട്ടി അനങ്ങിപ്പോകരുത്. എന്നെ വെട്ടി നശിപ്പിച്ചു കളയുന്ന യേശുവിന്റെ നാമത്തിൽ വ്യക്തമുദ്രയാണ്. യേശു നാമത്തിനെ ആമേൻ ആമേൻ. അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ രക്തത്താലും വചനത്താലും ജയം. രക്തത്താലും വചനത്താലും ജയം. ഇത്രയും സമയം പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ നൽകി. ഇതെല്ലാം സ്വർഗീയ അക്കൗണ്ടിലുണ്ട്. ഇതൊന്നും വെള്ളത്തിൽ വരച്ച വരയല്ല. ഇതിനൊരു സ്മരണ പുസ്തകമുണ്ട്. സ്വർഗത്തിൽ അക്കൗണ്ടുണ്ട്. തക്ക സമയത്ത് അത്ഭുതങ്ങളായി, അടയാളങ്ങളായി, നന്മകളായി അത് നമ്മളിൽ വെളിപ്പെട്ടു വരും. അടുത്ത ആഴ്ചയും കാണാം. ഇതുപോലെ ആത്മാവിൽ പ്രാർത്ഥിക്കാം. ആനുകൂല്യമുള്ള കാര്യമായതുകൊണ്ട്